അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, പ്രപഞ്ചസ്രഷ്ടാവായ പടച്ചവനെ, ഈ ഭൂമിയിൽ നീ എന്തെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പടച്ചവനെ, ഞങ്ങളുടെ ജോലികളിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. പലതരത്തിലുള്ള ജോലികളുണ്ട്. വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത ജോലികളുണ്ട്. ഉദാഹരണത്തിന് കച്ചവടം. അത് നമുക്ക് സാധനങ്ങൾ വിട്ടു പോകുന്നതിനനുസരിച്ചാണ് വരുമാനം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വരുമാനം കൂടുതൽ കിട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്തതാണ്. ചിലപ്പോൾ ലാഭമായിരിക്കാം, ചിലപ്പോൾ നഷ്ടമായിരിക്കാം. അപ്പോൾ നമുക്ക് ജോലിക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായും നല്ല വരുമാനം കിട്ടുവാനും നല്ല ശമ്പളമുള്ള ജോലി കിട്ടുവാനും ഈ പറയാൻ പോകുന്ന 5 സൂറത്തുകൾ അഥവാ ചെറിയ സൂറത്തുകളാണ്. നമുക്കെല്ലാവർക്കും മനഃപാഠമുള്ള ഈ സൂറത്തുകളാണ്. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഇറങ്ങുമ്പോൾ ഈ 5 സൂറത്തുകൾ ഓതിപ്പോയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായും കയ്യിൽ നല്ല കാശുണ്ടാകുന്നതാണ്. നമുക്ക് ചെല്ലാൻ പറ്റുന്ന, നമുക്ക് എപ്പോഴും അറിയാവുന്ന ചെറിയ 5 സൂറത്തുകളാണ് ഞാൻ ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വലിയ അനുഗ്രഹമുള്ള ഒരു അമലിനെ കുറിച്ചാണ് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ നടത്തി തരേണ്ടത് അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാതെ വേറൊരു ശക്തിക്കും അതിന് കഴിവില്ല. നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നമ്മളെ ഈ ഭൂമിയിൽ എത്ര വർഷക്കാലം നമ്മൾ ജീവിക്കണമെന്ന് വിധി നടപ്പാക്കുന്നതും അല്ലാഹുവാണ്. അപ്പോൾ നമ്മുടെ രാജാതിരാജനായ റബ്ബിനെയാണ് നാം ആരാധിക്കേണ്ടത്. അല്ലാഹുവിനോട് മാത്രമാണ് നാം നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത്. അതിനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൂടെ മഹാന്മാർ നമുക്ക് ഓരോ അറിവുകളും എത്തിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട അമലുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരുന്നത്. തീർച്ചയായും അത് മനസാന്നിധ്യത്തോടെ തഖ്വയോടെ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് തേടിയാൽ അല്ലാഹു നടത്തി തരും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആകൾ ഉറപ്പായി സ്വീകരിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞു തന്ന ചില സമയങ്ങളുണ്ട്. നമ്മൾ ദുആ സ്വീകരിക്കുന്ന ചില സമയങ്ങളുണ്ട്. അതിലൊന്നാമത്തത് രാത്രിയുടെ മൂന്നിൽ അവസാനത്തെ ഭാഗമാണ്. അതെങ്ങനെയാണ് ചോദിച്ചാൽ മഗ്‌രിബ് ഭാഗം മുതൽ സുബഹി വരെ സമയത്തിന് മൂന്നായി നമ്മൾ ഭാഗിക്കുക. മഗ്‌രിബ് നമസ്കാരം മുതൽ സുബഹി വരെ സമയത്തിന് നമ്മൾ മൂന്നായി ഭാഗം വെക്കുക. അതിൽ അവസാനത്തെ ഭാഗമാണ്, അവസാനത്തെ ഭാഗത്തിനാണ് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ നല്ല സമയമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആ സമയത്ത് വളരെ പുണ്യമായ സമയമാണ്. ആ സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ നമ്മൾ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ഇനി രണ്ടാമത്തെ സമയം മഹാന്മാര് പരിചയപ്പെടുത്തുന്നു. ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആക്ക് ഉത്തരം നൽകും. അത് മനസ്സിൽ ദുആ ചെയ്യലാണ് നല്ലത്. മൂന്നാമത്തെ സമയം ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയമാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ 15 മിനിറ്റിനുള്ളിൽ ഇഖാമത്ത് കൊടുക്കുന്നതാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയം. നാലാമത്തത് എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇനി അഞ്ചാമത്തത് ഖതീബ് വെള്ളിയാഴ്ച ഖുത്ബ ഓതുന്നതിന് വേണ്ടി മിമ്പറിൽ പ്രവേശിച്ചത് മുതൽ നിസ്കാരം കഴിഞ്ഞത് വരെയുള്ള സമയം. ആ സമയത്ത് ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. ദുആ നമ്മൾ മനസ്സിൽ ദുആ ചെയ്യുകയാണ് വേണ്ടത്. കാരണം ആ സമയം സംസാരിക്കാൻ പാടില്ല. ആറാമത്തെ സമയമായി പറയുന്നത് വെള്ളിയാഴ്ച അസറിന് ശേഷമാണ്. വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ് വെള്ളിയാഴ്ച അസറിന് ശേഷമാണ്. വെള്ളിയാഴ്ച അസറിന് ശേഷം മഗ്‌രിബ് വരെയുള്ള സമയം. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പോൾ ഇത്തരം സമയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് മഹാന്മാര് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 6 സമയങ്ങൾ ഞാൻ നിങ്ങളോട് ചുരുക്കി പറഞ്ഞതാണ്. വളരെ മഹത്വമുള്ള സമയങ്ങളാണ് ഈ
സമയങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. പടച്ചവനെ, ഞങ്ങളെ എല്ലാ മേഖലകളിലും നീ വിജയം നൽകണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കഷ്ടപ്പാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, രോഗികളുണ്ട് അല്ലാഹുവേ, അതിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഭവനങ്ങളില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ പലവിധ രോഗങ്ങൾ കൊണ്ട് കുടുങ്ങപ്പെട്ടവരുണ്ട്, അതുപോലെ ജോലിയില്ലാത്തവരുണ്ട്, ഇനി ജോലി ഉണ്ടെങ്കിൽ തന്നെ സന്തോഷകരമല്ലാത്ത ജോലിയില്ലാത്തവരുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 6 സമയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ 6 സമയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ദുആ ചെയ്യുക. ഈ അറിവ് നിങ്ങൾക്ക് എത്തിച്ച എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും വേണ്ടിയെല്ലാം നിങ്ങൾ ദുആ ചെയ്യണേ. പ്രാർത്ഥന വലിയ ഖൈറാണ്. അല്ലാഹുവേ, സർവ്വ ആപത്തുകളെയും നീ തട്ടി നീക്കി സർവ്വ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. പലതരത്തിലുള്ള ജോലികളുണ്ട്. വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത ജോലികളുണ്ട്. ഉദാഹരണത്തിന് കച്ചവടം അല്ലേ, നമ്മൾ കച്ചവടത്തിൽ നമുക്ക് ലാഭമുണ്ടോ ഇല്ലേ നമുക്കറിയത്തില്ല. അത് നമുക്ക് സാധനങ്ങൾ വിറ്റുപോകുന്നതനുസരിച്ചാണ് വരുമാനം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വരുമാനം കൂടുതൽ കിട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്തതാണ്. ചിലപ്പോൾ ലാഭം ആയിരിക്കാം, ചിലപ്പോൾ നഷ്ടമായിരിക്കാം. അപ്പോൾ നമുക്ക് ജോലിക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായി നല്ല വരുമാനം കിട്ടാനും നല്ല ശമ്പളമുള്ള ജോലി കിട്ടാനും ഈ പറയാൻ പോകുന്ന 5 സൂറത്തുകൾ ചെറിയ സൂറത്തുകളാണ്. നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള സൂറത്തുകളാണ്, ചെറിയ സൂറത്തുകളാണ്. അപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഈ 5 സൂറത്തുകൾ ഓതിപ്പോയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായും നമ്മുടെ കയ്യിൽ നല്ല കാശുണ്ടാകുന്നതാണ്. അപ്പോൾ ഉറപ്പായും നഷ്ടപ്പെടുത്തി കളയാതെ നല്ല ഇഖ്ലാസോടെ ഓതിയിട്ട് പോകും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ ആൾക്കാരും ഈ ചെറിയ സൂറത്തുകൾ കുറച്ച് സമയം മതി, ഇത് ഓതിയിട്ട് നമ്മൾ പോകുക. അതുപോലെ തന്നെ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്ത ആൾക്കാരുണ്ട്, തടഞ്ഞു വെച്ചിരിക്കുകയാണ്, പിന്നെ കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അങ്ങനെയുള്ളവർക്കും ഈ സൂറത്ത് ഓതിയാൽ ഓതിപ്പോയാൽ വളരെ നല്ലതാണ്. തടഞ്ഞു വെച്ചിരിക്കുന്ന ആളുകൾ ഉറപ്പായി കാശ് തന്നിരിക്കുന്നതാണ്. അപ്പൊ നമ്മളെ ആരെങ്കിലും പൈസ തരാത്തുണ്ടെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക. ഇനി ഏതാണ് ആ 5 സൂറത്തുകൾ എന്ന് നോക്കാം. ഒന്നാമത്തത് സൂറത്തുൽ കാഫിറൂനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്തുൽ കാഫിറൂൻ ഞാനൊന്ന് ഓതിത്തരാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അപ്പൊ ഒന്നാമത്തെ സൂറത്തുൽ കാഫിറൂനാണ്. രണ്ടാമത്തെ സൂറത്ത് നസറാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നസർ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ചെറിയ സൂറത്താണ്. അത് ഞാനൊന്ന് ഓതിത്തരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا وسبح بحمد ربك واستغفره إنه كان توابا. ഇനി മൂന്നാമത്തെ സൂറത്ത് ഏതാണ് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി നാലാമത്തെ സൂറത്ത് ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ആ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എളുപ്പമുള്ള സൂറത്താണ് സൂറത്തുൽ ഫലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇനി അഞ്ചാമത്തെ സൂറത്ത് ഏതാണ് നമുക്ക് നോക്കാം. സൂറത്തുൻ നാസാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്
ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ജോലിക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ സൂറത്തുകൾ ഓതിപ്പോയാൽ മടങ്ങി വരുമ്പോൾ കൈ നിറയെ കാശ് കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിമഹത്തായ അഞ്ച് സൂറത്തുകളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. റഹ്മാനായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവരെ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ നീ ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്തുകളെല്ലാം നിങ്ങൾ കാണാതെ പഠിച്ച് നിത്യമായി നിങ്ങൾ അമൽ ചെയ്യുക. റഹ്മാനായ റബ്ബേ, നിങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وقنا علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. أرحم الراحمين അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ ഈ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ ഒരുപാട് പേർ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങൾ രോഗികളുണ്ട് അല്ലാഹ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ പല മേഖലകളിലും കഷ്ടപ്പെടുന്നവരാണ് റബ്ബേ. ഞങ്ങൾ നീ സന്തോഷം നിലനിർത്തണേ അല്ലാഹ്. ഖൈറുകൾ ഞങ്ങൾക്ക് ധാരാളം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് പടച്ചവനെ, നീ ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് പലർക്കും ഭവനങ്ങളില്ല. അല്ലാഹുവേ, നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ വിവാഹപ്രായമെത്തി നിൽക്കുന്ന റഹ്മാനായ റബ്ബേ, സാലിഹീങ്ങളായ ഇണകളെ നീ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ കച്ചവടക്കാരുണ്ട് റബ്ബേ, അവരുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, വിജയം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളോട് ഞങ്ങളുടെ മജ്‌ലിസിലുള്ളവർ, ഞങ്ങളുടെ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവരുടെ മക്കൾ പലരും വിദേശ രാജ്യങ്ങളാണ് റബ്ബേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. നീ തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ എല്ലാം നീ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവരുടെ പലരും രോഗികളാണ് അല്ലാഹ്, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. സർവ്വ അപകടങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. അവരുടെ പഠന മേഖലകളിൽ വിശാലത നൽകണേ അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും നല്ല വിജയം നൽകണേ അല്ലാഹ്, നല്ല ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.